Gulf Malayaly.com GM Tech Bizileke evarkum swagadam. Njan Zakaria Salahuddin. Kaina episode ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വാരത്തിൽ നമ്മൾ സംസാരിച്ചത് SEO ചെയ്യുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SEOയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. SEO എന്ന് പറയുന്നത് പെട്ടെന്ന് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമല്ല SEOയിലൂടെ ഉള്ള ലക്ഷ്യപൂർത്തീകരണം എന്നുള്ളത്. SEO എന്ന് പറയുന്നത് നിരന്തരമായ ശ്രമത്തിലൂടെ കുറഞ്ഞ ആഴ്ചകൾ അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ പോലും എടുക്കാവുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് ആയുള്ള പ്രോസസ്സിലൂടെ നേടിയെടുക്കാവുന്ന റാങ്കിങ്ങിനെയാണ് നാം SEO എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ലോകത്തുള്ള ബില്യൺ കണക്കിന് വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ ബില്യൺ കണക്കിനുള്ള വെബ് പേജുകളുടെ ഇടയിൽ നിന്നാണ് നമ്മുടെ വെബ്സൈറ്റ് നൽകുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് ഒരേപോലുള്ള ഫെസിലിറ്റീസ് തന്നെ വിവിധ കമ്പനികൾ അല്ലെങ്കിൽ വിവിധ വ്യക്തികളുടേതായി ഉണ്ടാവും. അതിൽ നിന്നും നമ്മുടെ സൈറ്റ് മികച്ചു നിൽക്കണം, ടോപ്പിലേക്ക് വരണം എന്നുള്ളതിന് വേണ്ടിയാണ് SEOയുടെ ടെക്നിക്കുകൾ നാം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു ലോങ് ടേം പ്ലാനായിട്ട്, ലോങ് ടേം ഗോളായിട്ടാണ് നാം ഉദ്ദേശിക്കുന്നതും ചെയ്യേണ്ടതും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നാം കടക്കുന്നതിന് മുമ്പായി SEOയിൽ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് SEOയുടെ ചില പ്രധാന ഘടകങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ വിശദമാക്കാം. നമുക്ക് SEO പ്രധാനമായും 3 ടൈപ്പാണുള്ളത്: വൈറ്റ് ആറ്റ് SEO, ബ്ലാക്ക് ആറ്റ് SEO, ഗ്രേ ആറ്റ് SEO. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെ മനസ്സിലായി കാണും. വൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ നന്മ അല്ലെങ്കിൽ സുതാര്യമായത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് വൈറ്റ് ആറ്റ് SEO. അതേസമയം ബ്ലാക്ക് ആറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഡാർക്കായിട്ടുള്ള ഇരുട്ട് എന്നുള്ള അല്ലെങ്കിൽ ഒരു നേർമാർഗത്തിലൂടെ അല്ലാത്ത പ്രവർത്തനങ്ങൾ എന്നാണ് നമുക്ക് ബ്ലാക്ക് ആറ്റിനെ ചുരുക്കി വിവരിക്കാൻ സാധിക്കുന്നത്. ഇതാണ് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പെട്ടെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡെഫിനേഷനാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വൈറ്റ് ആറ്റ് SEO എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ നല്ല ഒരു കുട്ടിയെ പോലെയാണ്. ഗൂഗിളിന് ഏറ്റവും ഇഷ്ടമുള്ള, ഗൂഗിൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു റൂട്ടാണ് വൈറ്റ് ആറ്റ് SEO എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ആറ്റ് SEOയിലും ബ്ലാക്ക് ആറ്റ് SEOയിലും എന്തൊക്കെ ടെക്നിക്സുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വൈറ്റ് ആറ്റ് SEOയിൽ പ്രധാനമായും ഉള്ളത് നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടൻറ്റ് നല്ല സ്ട്രോങ് ആയതും നല്ല മികച്ചു നിൽക്കുന്നതുമായിരിക്കണം. വെബ് പേജിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മെറ്റാ ടൈറ്റിൽ, മെറ്റാ ടാഗ്, ഇമേജസ്, കണ്ടൻറ്റ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ URL സ്ട്രക്ചർ, പേജുകൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ലിങ്ക്സ് പ്രോപ്പറാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നല്ല നിലയിൽ നാം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ആറ്റ് SEOയുടെ മെറിറ്റ്സിലേക്ക് കടക്കാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൂഗിളിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രീതിയാണ് വൈറ്റ് ആറ്റ് SEO എന്നുള്ളത്. അപ്പോൾ വൈറ്റ് ആറ്റ് SEOയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു ലോങ് ടേമായി നിലനിൽക്കും. അത് റിസൾട്ട് കിട്ടാൻ വേണ്ടി കുറേ അധികം കാത്തു നിൽക്കേണ്ടി വന്നാലും അതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിനുള്ള ഏറ്റവും നല്ല ഒരു ഗുണം ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രോസ്പെക്റ്റീവിലാണ്. നമ്മുടെ വിസിറ്റേഴ്സിൻ്റെ പ്രോസ്പെക്ട്സിൽ നിന്നും ഇതിനെ കാണാം. അതായത് ശരിയായ കീവേഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് അവരെന്തിനു വേണ്ടിയാണോ സെർച്ച് ചെയ്യുന്നത് അത്തരം കണ്ടൻറ്റുകളുള്ള വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മുടേതെങ്കിൽ അതാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതായിരിക്കും വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡും അവർ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക് പിന്നെയും വരാനും അത് ഇടയാക്കും. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ നന്നായി കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തണം.
അപ്പോൾ നമ്മുടെ വിസിറ്റേഴ്സ് നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കണ്ടൻറ്റുകളും വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റ് ഒരാൾ മൊബൈലിൽ നിന്ന് കാണുന്നു. അതേസമയം മൊബൈലിൽ നിന്ന് കാണുമ്പോൾ ഡെസ്ക്ടോപ്പിൽ കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറായി തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ബ്രൗസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് SEOയുടെ പ്രൊസീജിയേഴ്സിന് വിരുദ്ധമാണ്. അപ്പോൾ എല്ലാവരോടുമായി പറയാനുള്ളത്, ഗൂഗിൾ നൽകുന്ന കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റഡിയായി എന്നും നിലനിൽക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിലനിൽക്കുവാൻ വേണ്ടി എന്നും വൈറ്റ് ഹാറ്റ് SEO തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ഹാറ്റ് SEO എന്താണെന്ന് പരിശോധിക്കാം. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഗൂഗിളിൻ്റെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായിട്ടുള്ളതും അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ഏജൻസികളും ചില SEO പ്രൊഫഷണൽസും ഉപയോഗിക്കുന്ന ഒരു റോങ് മെത്തേഡാണ് ബ്ലാക്ക് ഹാറ്റ് SEO. അതായത് ബ്ലാക്ക് ഹാറ്റ് SEO ചെയ്യുന്നതിലൂടെ നമ്മുടെ വെബ്സൈറ്റ് ചിലപ്പോൾ പെട്ടെന്ന് റാങ്കിങ്ങിലേക്ക് എത്തിയേക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ അനാവശ്യമായി വിസിറ്റേഴ്സിന് ആവശ്യമുള്ള വിസിറ്റേഴ്സ് എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിന് ഘടകവിരുദ്ധമായതോ അല്ലെങ്കിൽ അതുമായി യോജിക്കാത്തതോ ആയ റിസൾട്ടുകളിലേക്ക് ചിലപ്പോൾ ഈ ബ്ലാക്ക് ഹാറ്റ് SEO എത്തിക്കും. പെട്ടെന്നുള്ള റാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ വിസിറ്റേഴ്സിനോടുള്ള യാതൊരു ക്രെഡിബിലിറ്റിയും കീപ്പ് ചെയ്യാതെ ഉള്ള ഒരു പ്രവർത്തന രീതിയാണ് ബ്ലാക്ക് ഹാറ്റ് SEO. ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കാത്ത സർവീസ് അല്ലെങ്കിൽ അതേ ലെവലിൽ ലഭിക്കാത്ത സർവീസിനെ നമ്മൾ ടെക്സ്റ്റ്, ആൾട്ട് ടെക്സ്റ്റ്, ഇമേജിൻ്റെ പേര് ഒക്കെ കൊടുത്താൽ ഗൂഗിളിന് പെട്ടെന്ന് ഇനീഷ്യലി അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റ് ഒരു ജ്യൂസ് സ്റ്റാളിൻ്റേതാണെന്ന് വിചാരിക്കുക. പ്രത്യക്ഷത്തിൽ വിസിറ്റേഴ്സിന് കാണാൻ പറ്റാത്ത രീതിയിൽ ഇമേജസിൻ്റെ പേരുകളായോ അല്ലെങ്കിൽ ആൾട്ട് ടാഗുകളോ ആയി നാം റെസ്റ്റോറൻറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ വിസിറ്റേഴ്സ് റെസ്റ്റോറൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വെബ് പേജിലേക്ക് എത്തും. അതേസമയം അവർ വന്നു കഴിഞ്ഞാൽ അത് റെസ്റ്റോറൻറ്റിലുള്ള ആക്ടിവിറ്റീസ് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ് പേജിൽ വിസിറ്റേഴ്സ് വരുമ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കാറ്റഗറിയിലുള്ള ഐറ്റംസ് കാണുകയില്ല. അപ്പോൾ സ്വാഭാവികമായും വിസിറ്റേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ ആവുക അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സൈറ്റിനോട് ഇറിറ്റേഷൻ ആണോ വരിക എന്നുള്ളതാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEO ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഫൈനൽ റിസൾട്ട്. അങ്ങനെയായിരിക്കും ബ്ലാക്ക് ഹാറ്റ് SEOയിലൂടെ പെട്ടെന്ന് റാങ്ക് നേടി കുറേ ഹിറ്റുകൾ ഉണ്ടാക്കാമെങ്കിലും ഗൂഗിളിൻ്റെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മെ ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ സൈറ്റിൻ്റെ ഇൻഡെക്സ് റിമൂവ് ചെയ്യാനും പിന്നീട് ഗൂഗിളിലെ റിസൾട്ടിൽ ഇത് നമ്മുടെ സൈറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യുക എന്നുള്ളൊരു ദുരന്തഫലം കൂടി ബ്ലാക്ക് ഹാറ്റിലൂടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഈ ബ്ലാക്ക് ഹാറ്റ് SEOയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ നേരിട്ടല്ല ഈ SEO കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഏജൻസികളോട് പ്രത്യേകം പറഞ്ഞ് ബ്ലാക്ക് ഹാറ്റ് SEOയിലൂടെ കിട്ടുന്ന പെട്ടെന്നുള്ള റിസൾട്ട് എനിക്ക് വേണ്ട എന്ന് നാം പറയേണ്ടതായുണ്ട്. അതുപോലെ ബ്ലാക്ക് ഹാറ്റ് SEO ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബൾക്കായി കുറച്ച് ഡോളർ കൊടുത്തുകൊണ്ട് ബൾക്കായി ബാക്ക് ലിങ്ക്സ് വാങ്ങുക. അതുപോലെ നമ്മുടെ സൈറ്റ് അനാവശ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യുക, ഹിഡൻ ടെക്സ്റ്റ്, ലിങ്ക് ഫാമിംഗ്, ഓട്ടോമാറ്റിക് കണ്ടന്റ് സ്പിന്നിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാവണം. കണ്ടന്റ് സ്പിന്നിങ് തുടങ്ങിയ കാര്യങ്ങൾ പാടെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഡിജിറ്റൽ ഏജൻസിയുടെയും പ്രവർത്തന രീതി. SEOയെക്കുറിച്ച് പറയുമ്പോൾ നല്ല കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ആയി കാണുന്ന നല്ല കണ്ടൻറ്റ്
നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് കരുതി അത് നമ്മുടെ സൈറ്റിലേക്ക് കോപ്പി ചെയ്യുകയും ചെറിയ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യുകയാണെങ്കിലും ചെയ്ത് നമ്മുടെ റാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുദ്ദേശിച്ചാലും അത് ഗൂഗിൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കൂടി നാം ഒഴിവാക്കേണ്ടതായുണ്ട്. ബ്ലാക്ക് ഹാറ്റ് SEOയുടെ ഭാഗമായി ചെയ്യുന്ന ഹിഡൻ ടെക്സ്റ്റ്, ലിങ്ക് ഫാമിംഗ്, സ്പിന്നിങ് ടെക്സ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്ട്രൈറ്റ് അവേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് കുറച്ച് സമയമെടുത്താണെങ്കിലും നമ്മുടെ സൈറ്റ് റാങ്ക് നേടുക എന്നുള്ളതാണ്. സ്ഥിരമായി നമുക്ക് റാങ്ക് നിലനിൽക്കാനും നമ്മുടെ വിസിറ്റേഴ്സിന് നമ്മുടെ വെബ്സൈറ്റ് കൊണ്ട് ഗുണമുണ്ടാകാനും വെബ്സൈറ്റിലൂടെ നമ്മുടെ വ്യൂവേഴ്സിലൂടെ നമ്മുടെ സൈറ്റിന് ഗുണകരമാവാനും വൈറ്റ് ഹാറ്റ് SEO മാത്രമേ നമ്മെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയൊരു സബ്ജക്റ്റുമായി gulfmalayali.comൻ്റെ GM ടെക് ബീറ്റ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.